ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മുടെ വിഷു സെയിലിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷൻസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രീമിയം കളക്ഷൻസ് എന്ന് ഞാൻ പറയുന്നില്ല, പ്രീമിയം കളക്ഷൻസ് ആണെങ്കിലും ആ കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. GK സീരീസ് ആണ് കേട്ടോ, GK സീരീസ് ആണ്. അപ്പോൾ ലൈവിലുള്ളവരൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ജോയിൻ ചെയ്യുക. ഞാൻ മീൻവൈൽ നമ്മുടെ അതൊന്ന് ഷെയർ ചെയ്യട്ടെ. ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ആരും ഇല്ലേ? അത് എനിക്ക് കാണാത്താണോ? ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യണ. ജയശ്രീ കെ ഇപ്പൊ കമന്റ് ഞാൻ കണ്ടു. ജയശ്രീ കെ ഹായ്. സുരേഖ കൃഷ്ണകുമാർ ഹായ്. ഷാരു ഹായ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള ഡിസൈൻസിന്റെ ലൈവാണ്, വിഷു കളക്ഷൻസ് ആണ്. അപ്പോൾ ആരും മിസ് ഔട്ട് ചെയ്യരുതൊന്നും. എക്സ്ക്ലൂസീവ് പ്രീമിയം കളക്ഷൻസ് അല്ല, അത് വേറെ നമ്മൾ വരുന്നതായിരിക്കും. ഇത് നമ്മളുടെ എങ്കിലും പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഇതുപോലത്തെ നല്ല നല്ല കുറച്ച് വീഡിയോ ഉള്ളത് നമ്മൾ പ്രൊമോയ്ക്കകത്ത് കണ്ടല്ലോ, പ്രൊമോയ്ക്കകത്ത് കണ്ടിരിക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ GK സീരീസ് ആണ്. പെട്ടെന്ന് തുടങ്ങാം. സത്യൻ ജയ ഹായ്. പെട്ടെന്ന് തുടങ്ങാം. ഞാനൊന്ന് ഷെയർ ചെയ്യുന്നില്ല, കഴിഞ്ഞില്ല. ഓക്കെ, ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. മാക്സിമം ഷെയർസ് പ്രതീക്ഷിക്കുന്നു. 500 റുപ്പീസിന് എബോവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു പൂ ഫ്രീ ആണ്. ഞാൻ വെച്ചിരിക്കുന്നത് അതാണ് കേട്ടോ, പൂ ഫ്രീ ആണ്. 500 റുപ്പീസ് എബോവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയട്ടെ, ഇന്നത്തേത് നമ്മളുടെ പ്രീമിയം കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഒത്തിരി പ്രൈസ് ഇല്ല എങ്കിലും എല്ലാം 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആയത് കാരണം അതിൻ്റെതായിട്ടുള്ള പ്രൈസ് എല്ലാവരും പ്രതീക്ഷിക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിക്ക്, അതായത് നമ്മളുടെ 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്, ഞാൻ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് മനസ്സിലാക്കുക. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയാണ്. ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ ആണ് ബേസ് മെറ്റൽ. പിന്നെ വിത്ത് 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ആണ്. പിന്നെ 1 ഇയർ കളർ വാറന്റിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതനുസരിച്ചായിരിക്കും അതിന്റെ ക്വാളിറ്റി. എല്ലാവരും അത് പ്രതീക്ഷിക്കുക, അത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണേ. ഷൈനി സനൽ ഹായ്. രാജി മണികണ്ഠൻ ഹായ്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, നിധി ഹായ്. നമുക്ക് തുടങ്ങാം കേട്ടോ. GK സീരീസ് ആണ്. ഇന്നത്തെ കളക്ഷനിൽ നിന്ന് ഏത് മേടിച്ചാലും ഇത് ഫ്രീ, കാരണം എല്ലാം 500 എബവ് ആണ്. എല്ലാം ഈവൻ 1000 എബവ് ആണ്. 1000 ബിലോയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസും ഇല്ല. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ഇത് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പ്രീമിയം കളക്ഷൻസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, എക്സ്ക്ലൂസീവ് പ്രീമിയം കളക്ഷൻസ് അല്ല. എല്ലാം നമ്മുടേത് പ്രീമിയം കളക്ഷൻസ് ആണെങ്കിലും ഞാനിത് എക്സ്ക്ലൂസീവ് പ്രീമിയം കളക്ഷൻസ് അല്ല എന്ന് ഞാൻ പറഞ്ഞാണ്. സന്ധ്യ ബിനോ ഹായ്. ഫസ്റ്റ് സെറ്റ് GK01 ആണ്. G ഫോർ ഗോവ, K ഫോർ കേരള. GK01 ആണ് ഫസ്റ്റ് സെറ്റ്.
സോറി 1490 റുപ്പീസ് കേട്ടോ. 1490 രൂപ GK01. ഈ കമ്മൽ കൊള്ളാമല്ലോ. യെസ്, നമ്മളുടെ കൊടക്കടുക്കൻ കമ്മലാണ്. താങ്ക് യു നിധി. കൊടക്കടുക്കനാണിത്, നല്ല ഗ്രീൻ സ്റ്റോൺ. ഓക്കെ, അപ്പൊ ഇത് GK01 ആണ്, 1490. താങ്ക് യു. GK01 ആണത്, 1490, 1490 രൂപ GK01. GK01 ആണത്, 1490. നിഖില രാജേഷ് ഹായ്. 1490 ആണത്. സ്റ്റോൺ ആയിട്ടുള്ള മാലയാണ്, നല്ല വീതിയിൽ വരുന്ന മാലയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. നല്ല ഭംഗിയുള്ള മാലയാണ്, അത്യാവശ്യം നല്ല വീതി വരുന്നത് കൊണ്ട് തന്നെ കഴുത്തിൽ നിറഞ്ഞു കിടക്കുന്ന ടൈപ്പാണ്. കണ്ടോ, നല്ല രസമാണ്. ഞാൻ ഇട്ടിരിക്കുന്ന മാലയൊന്ന് ഊരാം കേട്ടോ. പ്രേമ രാജഗോപാൽ ഹായ് മാം. സിന്ധു രാജീവ് ഹായ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. GK01 ആണ്. ഇതാണ് മാല. ഓക്കെ, വാട്ട് ടൈം ഇറ്റ് സ്റ്റാർട്ടഡ്? ജസ്റ്റ് സ്റ്റാർട്ടഡ് പ്രേമ മാം, ജസ്റ്റ് ഫസ്റ്റ് സെറ്റ്. GK01 ആണത്, 1490 റുപ്പീസ്. GK01. സജിത രമേശ് ഹായ്. GK01 ആണ്, നല്ല റെഡ് സ്റ്റോണിന്റെ മാലയാണ്. GK01 1490 റുപ്പീസ്. ഓക്കെ, 1490. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വെറൈറ്റി കണ്ടല്ലോ, ഇതിന്റെ തന്നെ പല വെറൈറ്റീസ് ആണ് ഇനി ഒരു കുറച്ചെണ്ണം കാണിക്കുന്നത് കേട്ടോ. ഗ്രീൻ ആയിരുന്നല്ലേ, ബ്ലാക്ക് ആയിട്ട് പെട്ടെന്ന് തോന്നി. അത് നല്ല ഡാർക്ക് പച്ചയാണ്, അതാണ് നല്ല ഡാർക്ക് പച്ച. ഓക്കെ, ഇത് കണ്ടോ, എന്റെ ഈ ഒരു ബ്ലൗസിന്റെ അതേ കളറാണ്, കരിമ്പച്ച. ഉദയദാസ് ഹായ്. അപ്പൊ GK01 ആണ് ഇപ്പൊ കാണിക്കുന്നത്, 1490. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം പ്ലീസ്. ഓക്കെ, അപ്പൊ ഇത് GK01 ആണ്, 1490. GK01 1490. അടുത്തത് GK02 ആണ്, നല്ല ഗ്രീൻ ആയിട്ടുള്ള നാഗവട മാലയാണ്. GK02 ആണ്, 1490 എഗെയിൻ. ഓക്കെ, അതിന്റെ തന്നെ വെറൈറ്റി പല വേരിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. മുന്നേ കാണിച്ചത് നാഗപടമാണ്, പാലക്കയാണ്. ഇത് അതിന്റെ തന്നെ നാഗപടമാണ്, ഡിസൈൻ മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. നാഗപടമാണ്, 1490. നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നാഗപട താലിയുടെ അതേ പാറ്റേണിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഓക്കെ, GK02 ആണത്, 1490, 1490 രൂപ. GK01 1490. GK01 ആണ്, 1490. GK01 ആണത്, 1490 കേട്ടോ. GK01 1490. കാണാമല്ലോ എല്ലാവർക്കും ഡിസൈൻ. GK02 ആണത്, 2 രണ്ടാമത്തെ കോഡാണ്, 1490. GK02. ഇതേ ക്ലോസപ്പിൽ വേണ്ടവർക്ക് കാണിക്കാം. ഇതാണ് മാല, അതിനകത്ത് വൈറ്റ് ഗ്രീൻ സ്റ്റോൺസും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പ് കാണിക്കാം, ഒരു മിനിറ്റ്. ഞാൻ വേറൊരു സ്ഥലത്തും കൂടെ ഷെയർ ചെയ്തോട്ടെ. ലിസ വിൽസൺ ഹായ്. GK02 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്, 1490 ആണ്, 1490. GK02 1490 കേട്ടോ, 1490 GK02. അടുത്തത് GK03 ആണ്. നല്ല അതേ സെയിം പച്ച വിത്ത് പിങ്ക് കോമ്പിനേഷൻ തന്നെ, പക്ഷെ ഇത് മാങ്ങയാണ്. സോറി, മാങ്ങയല്ല, നമ്മുടെ ഗോപി പാലക്ക അല്ലെങ്കിൽ തിലക നാഗവടം, ആ ഡിസൈൻ ആണ്. നോക്കിക്കേ, നല്ല പ്രിറ്റി സെറ്റ് ആണ്. നോക്കിക്കേ, ഇതിനൊരു ബൾജിങ് ഉണ്ട്. ഇതും 1490 തന്നെയാണ് കേട്ടോ. GK03 ആണത്, 1490. GK03 ഇതൊക്കെ കറക്റ്റ് വിഷു കളക്ഷൻസ് തന്നെയാണ്. GK03 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്, 1490. എഗെയിൻ ഇതിന്റെ പ്രൈസ് 1490. GK03 കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം സിമിലർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇത് വെക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇത് ഇവിടെ നെക്കിൽ കാണിക്കുന്നു. GK03 മൂന്നാമത്തെ കോഡ് 1490. ഇതാണ് കേട്ടോ മൂന്നാമത്തെ കോഡ്, 1490. GK03. അടുത്തത് GK04 ആണ്, നല്ല പർപ്പിൾ വിത്ത് പിങ്ക് കോമ്പിനേഷൻ പാലക്ക. GK04 1490. ലക്ഷ്മി ഹായ്. GK04 ആണിത്, 1490. നല്ല പർപ്പിൾ വിത്ത് പിങ്ക് കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഞാൻ വെച്ച് കാണിക്കാം. GK04 ആണ്, 1490. GK04
കണ്ട GK04 ആണ് 1490. GK04 നാലാമത്തെ കോഡാണ് 1490. നല്ല നീല പർപ്പിളിഷ് ബ്ലൂ വിത്ത് പിങ്ക് കോമ്പിനേഷൻ. GK04 ആണ് 1490 റുപ്പീസ് ഉള്ളി. 1500-നകത്ത് വരുന്ന മാലയാണ്. ദീപ ജോർജ് ഹായ്. 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ഫിനിഷ് ആണ്. നിങ്ങൾ ഈ മാല മേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ. ഈ മാല എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് 500 റുപ്പീസിന് എബവ് പർച്ചേസ് ഉള്ള എല്ലാ ഐറ്റത്തിനും ഇത് ഫ്രീ ആണ്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇതൊക്കെ യൂസ് ഉള്ളത് പുറത്തുള്ളവർക്കൊക്കെയാണ്. പക്ഷേ എങ്കിലും അകത്തുള്ളവർക്കാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ പെട്ടെന്ന് ഒരുങ്ങി പോകണമെന്നുണ്ടെങ്കിൽ മുല്ലപ്പ് കിട്ടിയില്ലെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. GK04 1490. ഓക്കെ, അടുത്തത് GK05 ആണ്. അതിന്റെ തന്നെ നല്ല പർപ്പിൾ കോമ്പിനേഷനിൽ തന്നെ വരുന്ന മാലയാണ്. ഇതിന് അഗെയിൻ ബൾജിങ് ഉണ്ട്. എന്നിട്ട് ഇതിന് മേളി വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺസ് ആണ്. പിങ്കിന് പകരം വൈറ്റ് സ്റ്റോൺസ് ആണ്. ഇത് പിങ്കും വിത്ത് നീല മാത്രമായിട്ടുള്ള സാരി ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. GK05 1490. ഇതും നല്ല ഭംഗിയുള്ള മാല. എല്ലാം ഈ ഒരു മാറ്റിൽ വരുന്ന എല്ലാം നല്ല ഭംഗിയാണ്. GK05 ആണത് 1490 കേട്ടോ. 1490 GK05 1490 GK05. അഞ്ചാമത്തെ കോഡാണിത് 1490 കേട്ടോ. 1490. അടുത്തത് GK06 ആണ്. നമ്മുടെ ഞാൻ ആദ്യമേ കാണിച്ച പാലക്കയില്ലേ, റെഡ് സ്റ്റോൺ, റെഡില് പിങ്ക് സ്റ്റോൺ, അതിന്റെ തന്നെ നല്ല പാലക്കായിൽ വന്നിരിക്കുന്ന ഗ്രീൻ വിത്ത് പിങ്ക് സ്റ്റോൺ. GK06 അഗെയിൻ 1490. GK06 ആണത് 1490. GK06 ആറാമത്തെ കോഡാണ് 1490. പാലക്ക വരുന്ന സെറ്റാണ്. GK06 ആണ് 1490. മാളു അനൂപ് ഹായ്. GK06 ആണ് 1490. 1490 രൂപ GK06. ഓക്കെ, അടുത്ത സെറ്റ് GK07 ആണ്. നമ്മുടെ നാഗപടത്തിൽ വരുന്നതാണ്. ഇനി ഞാൻ വെച്ച് കാണിക്കുന്നില്ല, എല്ലാത്തിന്റെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. GK07 ആണ് 1490 ആണ്. ഇത് നാഗപടത്തിൽ നല്ല പർപ്പിളിഷ് ബ്ലൂല് വൈറ്റ് സ്റ്റോൺ കോമ്പിനേഷൻ. GK07 ആണ് 1490. GK07 ഏഴാമത്തെ കോഡാണ് 1490. GK07 ഏഴാമത്തെ കോഡാണ് കേട്ടോ ഇത്. GK07 1490. നല്ല പർപ്പിളിഷ് ബ്ലൂ കളറിൽ വൈറ്റ് സ്റ്റോൺ കോമ്പിനേഷൻ. GK07. അടുത്തത് GK08 ആണ് 1490. അത് മാങ്ങയില് നമ്മൾ മാങ്ങ വിത്ത് നമ്മുടെ ഗ്രീൻ വിത്ത് പിങ്ക് കോമ്പിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം വന്നിരിക്കുന്നത് നല്ല ബ്ലൂ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ. GK08 ആണ് 1490. GK08 എട്ടാമത്തെ കോഡാണിത്. GK08 ആണ് 1490. എഗെയിൻ ഇത് നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഞങ്ങൾക്ക് വെച്ച് കാണിക്കാം. എട്ടാമത്തെ കോഡാണ് 1490. നല്ല ബ്ലൂ കളറ് സെറ്റുമുണ്ടിന്റെ ഒക്കെ കൂട്ടത്തിൽ, ബ്ലൂ കരയും കസവും കൂടെ വരുന്ന സെറ്റുമുണ്ടിന്റെ ഒക്കെ കൂട്ടത്തിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി അതല്ല, പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ ഉടുത്തിരിക്കുന്ന പോലത്തെ സെറ്റുമുണ്ടാണ്, അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു ബ്ലൂ നല്ല കരിനീല കളറിലുള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് നിങ്ങൾ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ ഇത് അതിന്റെ കൂട്ടത്തിൽ ഇടാം, നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് GK08 ആണ് 1490. എട്ടാമത്തെ കോഡാണ് 1490. അടുത്തത് GK9 ആണ് 1490. എപ്പോഴത്തെയും ഭംഗിയുള്ള റെഡ്. GK9 ആണ് 1490. ഒൻപതാമത്തെ കോഡാണ് 1490. GK9 1490. എപ്പോഴും റെഡിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ടല്ലേ. GK9 ആണ് 1490. റെഡ് വിത്ത് വൈറ്റ് സ്റ്റോൺ ആണ്. മാങ്ങാ പാലക്കയാണ്, അല്ലെ മാങ്ങാമാലയാണ്. GK9 1490. GK9 ഒൻപതാമത്തെ കോഡ്. നല്ല ഭംഗി. അത് ഏതാ പറഞ്ഞ ബ്ലൂ കാണാൻ എപ്പോഴും ഭംഗിയാണ്, പ്രത്യേകിച്ചും ബ്ലൂ വിത്ത് പിങ്ക് കോമ്പിനേഷൻ വരുന്നത് കുറച്ചും കൂടെ ഭംഗിയാണ്. ബിന്ദു എസ് കുമാർ ഹായ്. GK അല്ല ബ്ലൂ എന്നെ പറഞ്ഞത് കാരണം പറഞ്ഞു കുറച്ച് പ്രൈസി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. എന്റെ ഓച്ച ഞാൻ തന്നെ കേട്ടപ്പോൾ പേടിച്ചു പോയി. അൻപതാമത്തെ ഓക്കെ, ഒമ്പതാമത്തെ ആണിത് 1490 കേട്ടോ. 1490. സുമിത്ര ബിനു ഹായ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ പ്ലീസ്. ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. GK9 ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. അടുത്തത് GK10 ആണ്. അഗെയിൻ ഗ്രീൻ അല്ല റെഡ് വിത്ത് വൈറ്റ് കോമ്പിനേഷനിൽ നാഗപടം വന്നിരിക്കുന്നു. GK10. അപ്പൊ ഈ ഒരു ഡിസൈൻസിൽ, അതായത് തിലകം, ഗോപി പാലക്ക, നാഗപടം, മാങ്ങ, പിന്നെ പാലക്ക, ആ ഡിസൈൻസിൽ ഓൾമോസ്റ്റ് എല്ലാ കോമ്പിനേഷൻസും ഞാനിപ്പോൾ കാണിച്ചു കഴിഞ്ഞു. അടുത്തത് GK10 ആണ് 1490. നല്ല റെഡ് വിത്ത് പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നാഗപടം ഡിസൈൻ. GK10 ആണ്. പത്താമത്തെ കോഡാണ്. GK10 ആണ് 1490 അഗെയിൻ. അപ്പം
ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ഉള്ളൂ ഈ ഒരു പാറ്റേണിൽ വരുന്നത്. എല്ലാത്തിൻ്റെയും പ്രൈസ് 1490 ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് കോഡ് മാത്രം പറയുക. അതല്ലാണ്ട് നാഗപടം റെഡ് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ, മാങ്ങ റെഡ് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയാതെ കറക്റ്റ് കോഡ് വെച്ചിട്ട് പ്ലേസ് ചെയ്യുക. കാരണം ഇതെല്ലാം സിമിലർ ഡിസൈൻസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് GK10 ആണത് 1490, 1490 രൂപ. ഷെയർ ചെയ്യണേ, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. കാരണം നമ്മുടെ വിഷുവിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. എല്ലാവരും ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. അടുത്ത സെറ്റ് GK11 ആണ്. ഇത് നമ്മുടെ റൗണ്ട് പാലക്കയാണ്. ഇതൊരു നമ്മുടെ എപ്പോഴും കാണുന്ന ഡിസൈൻ അല്ല, റൗണ്ട് പാലക്കയാണ്. റൗണ്ട് പാലക്കയിൽ വൈറ്റ് സ്റ്റോൺ വന്നിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയും കെട്ടാം കേട്ടോ. ഇങ്ങനെ ഈ പറ്റക്കെട്ടായിട്ട് നിങ്ങൾക്ക് കെട്ടാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. ഇതിപ്പോൾ GK11 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 11ാമത്തെ സെറ്റാണ്. വട്ടത്തിലുള്ള നമ്മുടെ ഗ്രീൻ, നല്ല കരിമ്പച്ച വിത്ത് പിങ്ക് കോമ്പിനേഷൻ റൗണ്ട് പാലക്ക. GK11 ആണ് 1490. ഞാൻ പുറകിൽ ഇത് കുത്താത്തത് കൊണ്ടാട്ടോ ഇത് ഇങ്ങോട്ട് പോരുന്നത്, ഊരിപ്പോരുന്നൊന്നുമല്ല. GK11 ആണ് 1490, ഗ്രീൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ, സോറി ഗ്രീൻ വിത്ത് പിങ്ക് കോമ്പിനേഷൻ. GK11 1490 രൂപ കേട്ടോ. എല്ലാം 1 gram ഗോൾഡ് മൈക്രോ പ്രിന്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. വിത്ത് 1 year കളർ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ പർച്ചേസിന്റെയും കൂട്ടത്തിൽ 500 rupees എബവ് വരുന്ന എല്ലാ പർച്ചേസിന്റെയും കൂട്ടത്തിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിന്റെ ഇത് ഫ്രീ ആണ്. ഓക്കെ, അടുത്തത് GK12 ആണ്. നമ്മുടെ ലോങ് പാലക്കാമാല എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. 20 കട്ടയുടെ ലോങ് പാലക്ക എപ്പോഴും എല്ലാവരും മേടിക്കുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിച്ചിരിക്കുന്നതാണ് ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻ. നോക്കിക്കേ, ഇത് ബ്ലാക്ക് വിത്ത് പിങ്ക് ആണ്. ഇത് ബ്ലാക്ക് ആണ്, ഇത് നല്ല ബ്ലാക്ക് ആണ്, പച്ചയല്ല, ഡാർക്ക് നല്ല ബ്ലാക്ക് ആണ്. പച്ച വിത്ത് പിങ്ക് കോമ്പിനേഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ പാലക്കയിൽ നമ്മൾ ഇതുപോലത്തെ മാലയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പച്ച കൊണ്ടുവരുന്നത്, ഐ മീൻ ഡാർക്ക് ബ്ലാക്ക് കൊണ്ടുവരുന്നത്. GK12 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 2470 rupees, 2470 rupees ആണിത്. നോക്കിക്കേ, ഇതിന്റെ ഞാൻ നല്ല ലെങ്തിയാണ്. ഇത് 20 കട്ട പാലക്കയാണ് കേട്ടോ, 20 കട്ട. ഓക്കെ, ഇത്രയും ലെങ്ത്, നല്ല ലെങ്ത് വരുന്നുണ്ട്. പിന്നെ നല്ല എക്സ്ട്രാ ചെയിൻസും പുറകോട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇത് ഇങ്ങനെ കയറ്റി ഇടുകയൊക്കെ ചെയ്യാം. നോക്കിക്കേ, നല്ലപോലെ കയറ്റി അങ്ങേ അറ്റത്തെ കണ്ണിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് കിടക്കും. നല്ല ബ്ലാക്കിൽ വൈറ്റ് പിങ്ക് സ്റ്റോൺ കോമ്പിനേഷൻ ആണ് ഇത്. അതല്ല നിങ്ങൾക്കിത് ഒരു നെക്ലസ് കോമ്പിനേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ അത് കേട്ടാ, നെക്ലസ് കോമ്പിനേഷനിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് KT ആണെങ്കിലും ഇടുക. ഓക്കെ, GK12 ആണിത്. 2470 ആണ്. കുറച്ച് KT ആണെങ്കിലും ഇടാം കേട്ടോ. 2470 GK12 ആണ്. 2470, ഒരു മിനിറ്റ്, 2470 ആണത്. GK12 ആണ്. 2470. നല്ല ബ്ലാക്ക് വിത്ത് പിങ്ക് കോമ്പിനേഷൻ, ബ്ലാക്ക് വിത്ത് പിങ്ക് കോമ്പിനേഷൻ ആണ്. GK12 ആണ് ഇത്. GK12 ആണ്. 2470 ആണ്. 2470 GK12. അപ്പൊ നല്ല ലെങ്ത് ഉണ്ട്. ഞാനിപ്പോ അതേ ഒത്തിരി KT ആണ് ഇട്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, അതെ, ഇത് നല്ല നീളം നോക്കിക്കേ, നല്ല നീളമാണ്. 20 കട്ട, ഒരു സൈഡിൽ 20 കട്ട വരുന്നുണ്ട്. അജിത കുമാരി ഹായ്. ഒരു സൈഡിൽ 20 കട്ട നോക്കിക്കേ, ഒരു സൈഡിൽ 20 എണ്ണം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബ്ലാക്ക് വിത്ത് പിങ്ക് കോമ്പിനേഷൻ ആണ്. റെയറസ്റ്റ് ഓഫ് റെയർ കൈൻഡ് ആണ്. നമ്മൾ എപ്പോഴും ബ്ലാക്ക് കൊണ്ടുവരാറില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിന്റെയും കൂട്ടത്തിൽ നിങ്ങൾക്ക് അത് സ്റ്റൈലും ചെയ്യാം. ഓക്കെ, GK12 ആണിത്. 2470, 2470 രൂപ കേട്ടോ. GK12 12ാമത്തെ സെറ്റാണിത്. GK12 ആണിത്. 2470 ആണ്. ഇതിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ, നല്ല ലെങ്തി ആണ്. അപ്പൊ നിങ്ങൾക്ക് ലെങ്ത് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 12ാമത്തെ സെറ്റ് കേട്ടോ, GK12 2470. അടുത്തത് ഇപ്പൊ ഞാൻ കാണിച്ചത് പാലക്കയാണ്. അതിന്റെ തന്നെ നാഗപടം ഉണ്ട്. നാഗപടം വേണ്ടവർക്ക് നാഗപടവും ഓപ്റ്റ് ചെയ്യാം. GK13 ആണ്. 2470. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പാലക്കയ്ക്ക് പവിത്ര രഞ്ജിത്ത് ഹായ്, പാലക്കയ്ക്ക് ഇടയ്ക്ക് ഒരു ഫ്ലവർ ഡിസൈൻ, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗപടം അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. കണ്ടോ,
അടുപ്പിച്ചടുപ്പിച്ചാണ് നാഗപടം വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഈ ഒരു നാഗപടം അടുത്ത് കിടക്കും. പക്ഷെ താങ്ക് യു സോ മച്ച്. നാഗപടം അടുപ്പിച്ച് കിടക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ചിലർക്ക് നാഗപടത്തിന്റെ ഡിസൈൻ അങ്ങനെ ഇഷ്ടമല്ല, കാരണം ഒരു പരപ്പില്ലല്ലോ. ചിലർക്ക് പാലക്കയാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോ GK 13 ആണ് ഞാൻ കാണിക്കുന്നത്. 2470. സെയിം പ്രൈസ് ആണ് രണ്ടിനും, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ എണ്ണം കുറവാണ്. 1 2 3 4 5 6 7. എണ്ണം കുറവെന്നല്ല, എണ്ണം 20 പാലക്ക തന്നെയാണ്. പക്ഷെ ഇതിന്റെ നീളം കുറവാണ്. കാരണം ഈ ഓരോ നാഗപടത്തിന്റെ ഇടയ്ക്ക് ഫ്ലവറിന്റെ ആ ഒരു ഇത് വരുന്നില്ല. രാധിക ഹായ്. വീണ നട്ടരാജ് ഐ എം ഫൈൻ മാം. നോക്കിക്കേ, അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ ഇതിന്റെ ലെങ്ത് വരുന്നുള്ളൂ. ഞാൻ ഇങ്ങേയായിട്ട് തിട്ടിട്ടും കൂടെ ലെങ്ത് അധികം ഇല്ല. മറ്റേന്ന് പറയുമ്പോൾ ഇങ്ങേയായിട്ട് തിട്ടുമ്പോഴത്തേക്ക് ഇവിടെ വരെ ഉണ്ടായിരുന്നു ലെങ്ത്. അതാണ് ഡിഫറൻസ്. കാരണം രണ്ടും തമ്മിൽ ഐ എം വെരി മച്ച് ഫൈൻ രാധിക. ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ ഫ്ലവറിന്റെ ഒരു ഗ്യാപ്പ് വരുന്നില്ല, അതേസമയം പാലക്കയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് വേണ്ടവർക്ക്, അതായത് കുറച്ച് ലെങ്ത് വേണ്ടവർക്ക്, 20 കെട്ടട ലെങ്ത് വേണ്ടവർ അത് മേടിക്കുക, അല്ലാത്തവർ ഇത് മേടിക്കാം. ഓക്കെ, അപ്പൊ ഇത് 2470 ആണ്. രണ്ടിന്റെയും പ്രൈസ് സെയിം ആണ്. പിന്നെ അഗെയിൻ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ടോ ലോങ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, GK 10 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 2470. അഗെയിൻ ബ്ലാക്ക് വിത്ത് പിങ്ക് കോമ്പിനേഷൻ കേട്ടോ. GK 13 GK 13 ആണ്. നാഗപടം ബ്ലാക്ക് വിത്ത് പിങ്ക് കോമ്പിനേഷൻ. GK 13 ആണ്. 2470. ഒത്തിരി ആയോ മീനു? എടാ 13 എണ്ണായി. നിങ്ങൾക്ക് ഇന്ന് ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലേ? ആർ യു നോട്ട് റിസീവിംഗ് നോട്ടിഫിക്കേഷൻസ് പ്രോപ്പർലി? വീണ മാം, please inform us. If you are not receiving notifications, please inform us. We shall add you to our community. Please let us know that. You can WhatsApp us if you need us to add you to your community. Okay. And adding to our joining our community is actually necessary. You won't be receiving any broadcast messages. We have stopped broadcast messages. So please do join our community, ma'am. ഓക്കെ, അത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിൽ മനസ്സിലാകേണ്ടവർക്ക് വേണ്ടി പറഞ്ഞതാണ്. മലയാളം മനസ്സിലാക്കി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷിലും പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി അടുത്ത 13 എണ്ണം കഴിഞ്ഞു. ഇപ്പോൾ പാലക്ക സീരീസിന്റെ കുറച്ചൊന്ന് നമുക്ക് ഗ്യാപ്പ് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് പിച്ചിമൊട്ടുമാല അല്ലെങ്കിൽ മുല്ലമൊട്ടുമാല എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ഞാൻ ഇതിനെ പിച്ചിമൊട്ടുമാല എന്നാണ് ഞാൻ വിളിക്കുന്നത്. കാരണം പിച്ചിമൊട്ടിനാകുമ്പോഴത്തേക്കും നമുക്ക് നീളമുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ മുല്ലപ്പൂ ആണെങ്കിൽ തന്നെ പിച്ചിമൊട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നീളമുണ്ട്. അപ്പൊ ഇത് പിച്ചിമൊട്ടുമാലയാണ്, ഇത് മുല്ലമൊട്ടുമാലയല്ല, പിച്ചിമൊട്ടുമാലയാണ് കേട്ടോ. നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പിച്ചിമൊട്ടുമാല. GK 14 സെറ്റ്. ബ്ലാക്കിൽ സിംഗിൾ പെൻഡന്റ് ബിഗ് ഉണ്ടോ അർച്ചന? ഇല്ല ശൈലജ ശങ്കർ. ഇപ്പൊ നമുക്ക് ഇന്ന് കാണിച്ച കളക്ഷനിലുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്ലാക്കിൽ നമുക്കതാ ഞാൻ പറഞ്ഞത്, 1 ഓഫ് എ കൈൻഡ് സെറ്റ് ആണ്. ബ്ലാക്കിൽ നമുക്ക് ഇന്ന് കാണിച്ച നാഗപടവും പാലക്കയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ബ്ലാക്കിലില്ല. ഓക്കെ, അപ്പൊ ഇത് GK 14 ആണ്. 14ാമത്തെ സെറ്റാണ്. നമ്മളുടെ പിച്ചിമൊട്ടുമാലയാണ്. ഇതും നമ്മുടെ ട്രഡീഷണൽ ഡിസൈൻ ആണ്. ചെട്ടനാട് ഫിനിഷിൽ വരുന്ന ടൈപ്പിലുള്ള ഡിസൈൻ ആണ്. GK 14 ആണ്. 14ാമത്തെ കോഡാണ്. 1290 റുപ്പീസ് കേട്ടോ. 1290 രൂപ. 1290 GK 14 ആണ്. 1290 GK 14. 14ാമത്തെ. മാം, that 20 പിടി black do you have in red or green? Green it is there. I remember we have already messaged you on that, ma'am. I think 2020 20 കട്ട റെഡ് ഗ്രീനില് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു മാമിന്. അത് അത് കാരണം എനിക്ക് അങ്ങനെ ഒരു എൻക്വയറി വന്നിരുന്നു. എന്നോട് ചോദിച്ചിരുന്നു ഗ്രീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പ്രേമ മാമിനാന്നും പറഞ്ഞിരുന്നു. അതിന്റെ ഇത് ഓൾറെഡി നമ്മൾ അയച്ചിട്ടുമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ GK 14 1290 ആണിത് ഇപ്പൊ കാണിച്ചത്. GK 14 14. അടുത്തത് GK 15 ആണ്. മാങ്ങാമാലയാണ്. GK 15 സെയിം റേറ്റ് ആണ്. 1290. GK 15 എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഇഷ്ടമുള്ള മാലയാണ് കേട്ടോ ഈ മാങ്ങാമാല. എനിക്ക് എന്താ തരത്തില്ല, എനിക്ക് കല്യാണത്തിനും ഇതേ മാങ്ങാമാല ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് മാല ഈ മാങ്ങാമാലയായിരുന്നു. GK 15 ഇതല്ല, നമ്മുടെ ചെട്ടനാട് ഫിനിഷിലുള്ള മാങ്ങാമാല. നല്ല കുടം, ഈ പരന്നതുമല്ല, ഉരുണ്ടുള്ള മാല. GK 15 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 15ാമത്തെ കോഡാണ്. 1290. നല്ല കുട മാങ്ങാമാലയാണ്. GK 15 15ാമത്തെ കോഡാണ്. 1290 റുപ്പീസ്. 1290 രൂപ. ക്ലോസപ്പിൽ കാണിക്കാം. 1290 ആണ്. 1290. 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. വിത്ത് 1 year കളർ വാറന്റി. ബ്രാസ് ആണ് അല്ലെങ്കിൽ കോപ്പർ ആണ്. പിന്നെ എല്ലാം ഗ്യാരണ്ടീഡ് പ്ലേറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 1 year
1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ഫിനിഷ് ആണ്. 1 year കളർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഡാമേജസ് നമ്മൾ കവർ ചെയ്യുന്നില്ല. ഓക്കെ. ഹലോ ആതിര, സുമി വിശ്വൻ, താങ്ക് യു. മഞ്ജുഷ ശിവൻ, ഹായ്. അപ്പോ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മാങ്ങാമാല. ഓക്കെ, മാങ്ങയുടെ മേളിൽ സ്റ്റോണും ഉണ്ട്. GK 15 ആണത്. 1290. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഇതിൽ എത്രയായി ഷെയർ എന്നല്ല, എവിടം വരെയായി ഇതിനകത്ത് കാണിക്കുന്നത് നോക്കട്ടെ. കണ്ടോ, വളരെയധികം ഡിലേഡ് ആണ് ഇതിനകത്ത്. ഷീന, ഹായ്. ഓക്കെ, അടുത്ത സെറ്റ് GK 16 ആണ്. ഇത് നമ്മളുടെ പ്രീമിയം സെറ്റിൽ വരുന്ന ഒരു നാഗപടം, പാലയ്ക്ക, ഇതിന്റെ പേര് മാങ്ങാമാലയാണ്. മാങ്ങാമാല എന്ന് പറയുമ്പോൾ ഇത് മറ്റേതിലുള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ മറ്റേതിൻ്റെയൊക്കെ മേളിലേക്കൂടെ ഒരു പടി പോകുന്നുണ്ട്. പക്ഷെ ഇത് ഓരോ മാങ്ങ വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ആ മാങ്ങ നമ്മൾ കണക്ഷൻ ഉണ്ട്. മേളില് ജസ്റ്റ് മാങ്ങ വിത്ത് സ്റ്റോൺ മാത്രമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതൊരു പ്യുവർ മാങ്ങാമാല തന്നെയാണ്. GK 16 ആണിത്. 1970. ഇത് ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ മാത്രം എടുത്ത് നിൽക്കും. അപ്പൊ ഇത് വേറെ എന്തിൻ്റെങ്കിലും കൂട്ടത്തിലൊക്കെ സ്റ്റൈൽ ചെയ്യാം. ഇത് നോക്കിക്കേ, ഇതിപ്പോ ഇങ്ങനെ ഈ മാങ്ങാമാല ഇട്ടിട്ട് ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഈ ഒരു മാങ്ങാമാല ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഡബിൾ ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം. GK 16 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 1970 റുപ്പീസ് ആണ് കേട്ടോ. കാരണം ഇതിന്റെ പണി അങ്ങനെയാണ്, പിന്നെ ഇതിന്റെ സ്റ്റോൺസ് അങ്ങനെയാണ്. നോക്കിക്കേ, GK 16 ആണിത്. 1970. ഓക്കെ, ഇതിന്റെ സ്റ്റോൺസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്ലൂ കളർ ഉണ്ടല്ലോ, അത് ഫ്രണ്ടിലോട്ട് ബൾജ്ഡ് ആണ്. അപ്പൊ ആ ഒരു 3D ഫിനിഷിൽ ടൈപ്പിൽ വരുന്ന മാലയാണ്. GK 16 ആണിത്. 1970. ജിമുക്ക ഇട്ടിരിക്കുന്ന ഇനാമൽ ജിമുക്കയാണോ അതോ സ്റ്റോൺ ആണോ ബ്ലാക്ക് ആണോ? ജിമുക്ക ഇട്ടിരിക്കുന്നത് ഇനാമൽ അല്ല, സ്റ്റോൺ ആണ്, കുടക്കടുക്കനാണ്. ബ്ലാക്ക് അല്ല, ഡാർക്ക് ഗ്രീൻ ആണ്. ഓക്കെ, നമ്മുടെ കുടക്കടുക്കൻ നമ്മളുടെ സിഗ്നേച്ചർ കളക്ഷൻസിൽ വരുന്നതാണ്. ഇതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 2370 ആണെന്ന് തോന്നുന്നു. ഓക്കെ, വേണ്ടവര് പർച്ചേസ് ചെയ്തോളൂ. ഇതിന്റെ തന്നെ നമുക്ക് റെഡും ഉണ്ട്, ബ്ലൂ ഇല്ലാന്ന് തോന്നുന്നു. റെഡും ഉണ്ട്, ഈ ഡാർക്ക് ഗ്രീനും ഉണ്ട് കേട്ടോ. GK 16 ആണ് ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള, നല്ല ട്രഡീഷണലി നല്ല ഭംഗിയുള്ള ബ്ലൂ വിത്ത് പിങ്ക് കോമ്പിനേഷൻ. GK 16 ആണത്. 1970. അടുത്തത് അതിന്റെ തന്നെ സെയിം വെറൈറ്റി, സെയിം ഡിസൈൻ തന്നെ, പക്ഷെ കളർ മാത്രം വ്യത്യാസം. റെഡ് വിത്ത് വൈറ്റ് സ്റ്റോൺ. GK 17 ആണ്. 1970. അർച്ചനയുടെ ജിമുക്ക വേറെ ഉണ്ടോ? സ്റ്റോൺ ആണോ ഇത്? എന്റെ ജിമുക്കയുടെ വേറെ നല്ല റെഡ് ഉണ്ട്, സ്റ്റോൺ ആണ് കേട്ടോ. സ്റ്റോൺ ആണ്, ഇതേ വലിപ്പം ഉണ്ട്. ഇതിന്റെ ചെറിയ സൈസും വരുന്നുണ്ട്. ഉടനെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. 2370 ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നതിന്റെ പ്രൈസ് 2370 ആണ്. ഓൺ ഹയർ ഇതാണ്. ഇതിന്റെ അകത്തൊക്കെ കണ്ടോ, സ്റ്റോൺ ആണ്. വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. അപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ഉണ്ടെങ്കിലും അത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഓക്കെ, GK 17 ആണ് ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. നല്ല റെഡ് ആണ്, റെഡ് ആൻഡ് വൈറ്റ് സ്റ്റോൺ ആണ്. മേളില് വൈറ്റ് സ്റ്റോൺ 3 വരുന്നു. നല്ല ഭംഗിയുള്ള മാലയാണ്. GK 17 ആണ്. 1970 റുപ്പീസ് ഉള്ളി. അടുത്തത് അതിന്റെ തന്നെ നല്ല മാങ്ങാമാലയാണ്. ഇത് എഗെയിൻ ഞാൻ ഇത് പറഞ്ഞല്ലോ, നല്ല മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത്. ഈ മാങ്ങാമാല ഭയങ്കര ഭംഗിയാണ്. കാരണം ആ പണ്ടത്തെ ഡിസൈനിലൊക്കെ ഉള്ള വന്നിരിക്കുന്ന ഒരു മാലയാണ്. ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ ആമാടപ്പെട്ടി കളക്ഷൻസിലൊക്കെ വരുന്ന പോലത്തെ ഒരു മാലയാണ്. GK 18 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. 1970. കണ്ട, നല്ല ഭംഗിയാ മാല ഇട്ട് കഴിയുമ്പോഴത്തേക്ക്, നല്ല ഭംഗിയാണ്. പച്ചയാണ്. എന്നാൽ ചിലർക്കുണ്ടല്ലോ, ചിലർക്ക് ഈ മാങ്ങയുടെ മേളിക്കറി ആ ഒരു ഗോൾഡിന്റെ പടി പോകുന്നത് ഇഷ്ടമല്ല. ജസ്റ്റ് ആ ഒരു കളർ എലമെന്റ് മാത്രം വേണ്ടവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. കാരണം ഇത് നോക്കിക്കേ, ഇതിൽ ഒട്ടും ആ ഒരു കളർ എലമെന്റ് കാണുന്നേ ഇല്ല. അതായത് വെച്ചാൽ ഗോൾഡിന്റെ അതിപ്രസരം ഇല്ല. ജസ്റ്റ് ആ ഒരു കളർ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു മാല. ഇപ്പൊ ഞാനിപ്പോ ഇത് പ്രത്യേകിച്ച് ഈ ഒരു കളർ, ഈ ഒരു പച്ച ബ്ലൗസിന്റെ മേളിൽ ഇട്ടത് കാരണമാണ് അതിന് ഈ ഒരു ഇതിൽ ഇങ്ങനെ എടുത്തു നിൽക്കുന്നത്. അതല്ല നിങ്ങളിപ്പോ ഒരു റെഡ് ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ ആ റെഡിന്റെ മാല മാത്രം ഇടുമ്പോൾ അതിനും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഇത് 1970 ആണ്. GK 18 ആണ്. 1970. ഓക്കെ, 1970. 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ഫിനിഷ് ആണ് വിത്ത് 1 year കളർ വാറന്റി. എപ്പോഴും ഞാനത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നമ്മുടെ ക്വാളിറ്റിയുടെ ഇത് കാര്യം എനിക്ക് പറയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. 18, 18ാമത്തെ കോഡ്. അടുത്തത് 19ാമത്തെ കോഡാണ്. നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഐറ്റമാണ്. പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് എല്ലാം.
പക്ഷേ എങ്കിലും ഇത് ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. മാങ്ങ വിത്ത് കാശ് ഡിസൈൻ GK19 ആണത്. ഇതും 1970 റുപ്പീസ് ആണ്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതിന്റെ നടുക്ക് ഇതിന്റെ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ കാശിന്റെ നടുക്ക് ഞാനിത് ലോഞ്ച് ചെയ്യാൻ കാര്യവും ഞാൻ അതുകൊണ്ടാണ്. ഈ ഒരു കാശിന്റെ നടുക്ക് ദേവി ഇംപ്രിന്റ് അല്ല, അതിൽ നമ്മുടെ ഹെഡ് ഇംപ്രിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നോൺ ഹിന്ദുസിനും ഇടാൻ പറ്റുന്ന മാലയാണ്. ഓക്കെ, GK19 ആണിത്. 1970 റുപ്പീസ്. റെഡ് ആൻഡ് കാശ് കോംബോ വെച്ച് കാണിക്കാം. ഇത് ഞാൻ ക്ലോസപ്പിലും കാണിക്കാം ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന്. ഭയങ്കര നല്ല ഡിസൈൻ ആണ്. ഇത് ഫ്ലെക്സിബിൾ ആണ്. ഇങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കത്തില്ല. ക്ലോസപ്പിൽ കാണിക്കാം. GK19 ആണ്. നോക്കിക്കേ ഡിസൈൻ, മാങ്ങ കാശ്. ഓക്കെ, ക്ലോസപ്പിൽ കാണിക്കാം. പത്തൊമ്പതാമത്തെ കോഡാണ് ഇപ്പൊ കാണിക്കുന്നത്. ഹായ് ബിന്ദു അനിൽ, മായ മേനോൻ ഹായ്, ഭവ്യ സന്തോഷ് താങ്ക് യുടാ. കണ്ട, അത് ഇതിന്റെ ഭംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൂടെ ആ ഒരു ഗോൾഡും കൂടെ വരുന്നത് കാരണം ഭയങ്കര ഒരു എലഗൻസ് ആണ്. ഇത് അതിന്റെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡിസൈൻ. നമ്മളിത് ഉണ്ടാക്കാൻ കൊടുത്തപ്പോൾ ഇത്രയും ഭംഗി നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എങ്കിലും ഇത് നല്ല രസം. അത് ആ ഇടയ്ക്കൂടെ ആ ഗോൾഡും കൂടെ വരുന്നത് കാരണം നല്ല ഭംഗി. ഞാൻ ചിലപ്പോൾ ഇത് ഈ ഡ്രസ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നിങ്ങൾ ചിലപ്പോൾ അറിയണമെന്നില്ല. കാരണം ഞാൻ ഈ പച്ച ബ്ലൗസ് ഇട്ടിരിക്കുന്നതാണ്. ഇതിന്റെ തന്നെ പച്ചയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനത് അത് ഇടുമ്പോൾ കുറച്ചും കൂടെ ഭംഗി അറിയും. ഇത് 19ാമത്തെ സെറ്റാണ്. 1970 റുപ്പീസ് ആണ് കേട്ടോ. GK19 1970 റുപ്പീസ്. അപ്പൊ ഇത് ഞാൻ കുറച്ച് കയറ്റിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേ ലെങ്ത് അനുസരിച്ച് കുറച്ച് ഇറക്കിയോ കയറ്റിയോ ഒക്കെ ഇടാം. മാക്സിമം ഇതിന്റെ ലെങ്ത് ഇത്ര ഇറങ്ങി കിടക്കും കേട്ടോ. അപ്പൊ ഇത് GK19 ആണ്. 1970. ഏത് റിലീജിയനിലുള്ളവർക്കും ഇടാം. ഇതിനകത്ത് കാശിനകത്ത് ദേവി ഇംപ്രിന്റ് ഇല്ല. ഓക്കെ, അടുത്തത് GK20 ആണ്. അതിന്റെ തന്നെ നല്ല ഗ്രീൻ ആണ്. ഇത് ഞാൻ ഇട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇടുമ്പോഴത്തേക്കും അതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. GK20 ആണ് ഇത്. GK20 1970. ആഹാ, എന്ത് രസാ കണ്ട, എന്ത് ഭംഗിയല്ലേ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ്. ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ്. നല്ല സാധനം. GK20 നല്ലതാണോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യണേ പ്ലീസ്. GK20 നല്ലതാണോ? GK20 19 സൂപ്പർ ആണോ ഇല്ലയോ എന്നൊന്ന് പറയണം. ഓക്കെ, ഇത് നമ്മളെ പുതിയ ഡിസൈൻ ആണ്. GK20 ആണ്. 1970 റുപ്പീസ്. ഇതിനകത്തെ മാങ്ങയ്ക്ക് കുറച്ചും കൂടെ വലിപ്പം കുറവാണ്. കാശിനും അതുപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സൈസാണ്. അപ്പൊ ഇതൊരു മാങ്ങ ആൻഡ് കാശ് കോംബോ ആണ്, അല്ലെങ്കിൽ പാലക്ക ആൻഡ് കാശ് കോംബോ. അങ്ങനത്തെ ഡിസൈനിലൊക്കെ നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇതിപ്പോ ഞങ്ങൾ മാങ്ങ ആൻഡ് കാശിൽ ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. സുരേഖ താങ്ക് യു. ആതിര താങ്ക് യു ഡാ. മേരി മത്തായി ഹായ്. സന്ധ്യ മനോജ് നായർ ഹായ്. ഹനീത ഹരിദാസ് ഹായ്. അജിത കുമാരി താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു പവിത്ര. അപ്പൊ ഇത് GK20 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. GK20 ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇത് ഏത് റിലീജിയനിലുള്ളവർക്കും ഇടാം കേട്ടോ. ഞാനിത് ഇപ്രാവശ്യം പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ തന്നെ പണിതിരിക്കുന്നതാണ്. ഇത് ഗോൾഡിൽ എപ്പോഴും ഈ കാശ് വരുമ്പോഴത്തേക്ക് അതിലൊരു ദേവി ഇംപ്രിന്റ് വരുമ്പം ഇതുപോലത്തെ ഡിസൈൻസ് ഒന്നും എല്ലാവർക്കും ഇടാൻ പറ്റില്ല. അപ്പൊ അത് കാരണം നമ്മളിത് പറഞ്ഞു പണിയിപ്പിച്ചിരിക്കുന്നതാണ്. താങ്ക് യു സജന. അടുത്ത സെറ്റ് GK21 ആണ്. നമ്മുടെ നാഗപട മാലയുടെ ഞാൻ മുന്നേ കാണിച്ച നാഗപട മാലയുടെ ബ്ലാക്ക് ഇല്ലേ, അതായത് അടുപ്പിച്ചടുപ്പിച്ചുള്ളത്, അതിന്റെ തന്നെ പച്ചയാണ്. പത്തൊമ്പതാണോ ഇത്? ഇത് 19 കട്ടടയാണ്. പച്ച ഗംഭീര. താങ്ക് യു മീന പിള്ളൈ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് രണ്ടെണ്ണം കൂടെ ഉള്ളേ. അപ്പൊ ഇത് ഞാൻ കാണുന്ന GK21 ആണ്. GK21 ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1870 ആണ്. 1870. GK21 ആണ്. 1870 ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ്. അത് ഇതിന്റെ ബ്ലാക്കിന് ഇതിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിപ്പോൾ ചിലപ്പോൾ തോന്നും അതും ഇതും തമ്മിൽ ഒരു കട്ടയുടെ ഡിഫറൻസേ ഉള്ളൂ. മറ്റേത് 20 കട്ടയാണ്, ഇത് 19 കട്ടയേ ഉള്ളൂ. മറ്റേതിന് 2400 ആണ്. ഇതിന് എന്തുകൊണ്ട് ഇത്രയും പ്രൈസ് കുറവ് നിങ്ങൾക്ക് തോന്നും. അതിന്റെ വ്യത്യാസം
കല്ലിന്റെ ഇതുകൊണ്ടാണ്. കാരണം ബ്ലാക്ക് കല്ല് റോ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇത് പച്ചയാണ്, ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു മേക്കിംഗ് റോ മെറ്റീരിയൽ എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത് 1870 ആണ്. അടുങ്ങി കിടക്കുന്ന പാലക്ക നാഗപട ആണ്, തമ്മിൽ ഡിഫറൻസ് ഇല്ല. GK21 ആണത് 1870 റുപ്പീസ്. ട്രഡീഷണൽ ആയിട്ടുള്ള നാഗപടം GK21 1870. ഫ്രീ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞില്ല, ഫ്രീ ഷിപ്പിംഗ് ആണ്. വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ ഇന്നത്തെ ഇത് എല്ലാം 500 എബവ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും പർച്ചേസിന്റെ കൂട്ടത്തിൽ ഈ ഒരു സ്ക്രഞ്ചി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്ക്രഞ്ചി എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ, ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്രീ ആണ്. ഞാനിപ്പോ ഈ ഇട്ടിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ GK21 ആണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കെ, ശരിക്കും റിയൽ ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന മാലയാണ്. GK21 ആണ് 1870. ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആണ്. താങ്ക് യു നിഖില. GK21. അടുത്തത് GK22 ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത് 20 കട്ടയുടെ നോർമൽ പച്ച നാഗപടം. ഓക്കെ, സോറി, പച്ച പാലയ്ക്ക 20 കട്ടയുടെ മാല. ഓക്കെ, GK22 ആണ് 2470 റുപ്പീസ്. GK22 ആണ് 2450 റുപ്പീസ്. സോറി, 2450 ആണ് GK22 2450. ഇത് 20 കട്ടയുടെ പാലക്കയാണ്. 20 കട്ട പാലക്ക GK22 ആണ് 2450. GK22 2450 20 കട്ട പാലക്ക. അപ്പൊ നിങ്ങൾക്ക് ഞാനിതിപ്പോ ഇത്തിരി കയറ്റി ഇറക്കിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട്, നല്ല പോലെ ഞങ്ങൾ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഇതിന്റെ ഇറക്കം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിന്റെ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ റെഡ് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ഇതിന്റെ ഗ്രീൻ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്ലൂ വേണം, ബ്ലൂ വിത്ത് പിങ്ക് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെഡ് വിത്ത് വൈറ്റ് വേണം, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ മാങ്ങയിൽ ബ്ലൂ വിത്ത് പിങ്ക്, ബ്ലൂ വിത്ത് റെഡ് വിത്ത് വൈറ്റ്, പിന്നെ ഇതിന്റെ തന്നെ മാങ്ങയുടെ തന്നെ പച്ച വിത്ത് പിങ്ക് വേണമെങ്കിൽ നമ്മൾ പ്രീ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അതിനൊരു ഒരു 1 വീക്ക് ടു 2 വീക്സ്, 2 വീക്സിനുള്ളിൽ എന്തായാലും കിട്ടും. അത് വേണ്ടവർ ഓർഡർ ചെയ്യുക. പക്ഷെ അതിനനുസരിച്ച് പ്രൈസിങ് മാറ്റം ഉണ്ടാകും. അപ്പോൾ വേണ്ടവർക്ക് അത് പ്രത്യേകം പറയണം കേട്ടോ. മാങ്ങ ഡിസൈൻ വേണ്ടവർക്ക് പറയുക. ഓക്കെ, മാങ്ങ അല്ലെങ്കിൽ നാഗപടം ഡിസൈൻ വേണ്ടവർക്ക് കേട്ടോ. നാഗപടം പക്ഷേ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, മാങ്ങയാണ് നമ്മൾ ഇതിൽ കാണിക്കാത്തത്. വേണ്ടവർ പറയുക കേട്ടോ. അങ്ങനെ മാങ്ങ എപ്പോഴും എല്ലാവരും മേടിക്കാറില്ല. എല്ലാവരും എപ്പോഴും ഈ നാഗപടം അല്ലെന്നുണ്ടെങ്കിൽ ഈ പാലക്കയാണ് എപ്പോഴും മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ മാങ്ങ അത് ലോങ് ഡിസൈൻ വെക്കാത്തത്. വേണ്ടവർ പറയുക. ഓക്കെ, ഇതിന്റെ ബ്ലൂ വിത്ത് പിങ്ക് കോമ്പിനേഷനിലുള്ള മാങ്ങ വരുന്നുണ്ട്. അപ്പൊ വേണ്ടവർ നേരത്തെ ഒന്ന് പറഞ്ഞേക്കണേ, പ്രീ ഓർഡർ ബേസിസ്. ഇതാണ് ഇതിന്റെ മാക്സിമം ലെങ്ത്. കണ്ടോ, താഴെ വരെ മുട്ടിക്കിടക്കും. ഞാനിത് മാക്സിമം ലെങ്ത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കയറ്റി വർക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ GK22 ആണിത് 2450, 2450 രൂപ. അടുത്ത നമ്മുടെ ലാസ്റ്റ് സെറ്റ് ആണ് GK23 ആണ്. ഒരു ചെറിയ മാലയാണ്. GK23 ആണ്. ഈ മാല കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇത് നമ്മൾ കാവ്യയുടെ ഒരു മാല നോക്കി നമ്മൾ റിപ്ലിക്ക ചെയ്തിരിക്കുന്ന മാലയാണ്. പക്ഷെ അത് എക്സാക്ട് റിപ്ലിക്ക എന്ന് എനിക്ക് ഇങ്ങനെ കള്ളം പറയുന്നില്ല ഞാൻ. കാരണം ചിലതുണ്ടല്ലോ, ഈ ചിലർ എക്സാക്ട് റിപ്ലിക്ക എന്ന് പറഞ്ഞിട്ട് വേറെ മാല കാണിക്കും. അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യില്ല. പക്ഷെ ഇത് ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു മാലയാണ്. എക്സാക്ട് സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല. GK23 ആണ് 1370 കേട്ടോ. 1370 ആണ് ഇതിന്റെ മാല. ഞാൻ ഈ മാലയുടെ നമ്മൾ ഏതാണ് റെഫറൻസ് നോക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് സിമിലർ ആണ്, കാണിക്കാം. റീസെന്റ് ഉള്ള മാലയല്ല, എങ്കിലും ഒരു റെഡ് ജിമുക്കയുടെ കൂട്ടത്തിലുള്ള മാലയാണ്. ഇത് GK23 ആണ്. GK23 ഈ ഗ്ലാസ് സ്റ്റോൺ ജിമുക്ക, ഇതുപോലത്തെ തന്നെ ഗ്ലാസ് സ്റ്റോൺ ജിമുക്കയിൽ നമ്മൾ ഇതിന്റെ തന്നെ റെഡും ഈ മാലയും കൂടെയാണ് നമുക്കിത് കോമ്പിനേഷൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ GK23 ആണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത്. 1370 കേട്ടോ. നോക്കിക്കേ, അതിപ്പോ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അതൊട്ട് കാണുന്നില്ല. അതങ്ങനെ വരത്തുള്ളൂ. GK23 കേട്ടോ. GK23 ആണിത്. 1370 GK23. GK23 ആണ്. ഞാൻ ആ മാല കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കാം. GK23 ആണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചും കൂടെ കാണിക്കാം. ഒരു മിനിറ്റ് ഇപ്പം കാണിക്കാം, ഇപ്പം തന്നെ കാണിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ, അധികം കാണിക്കത്തില്ല. GK23 ആണ്. ഇതിപ്പോൾ ഞാനിത് കാണിക്കാനായിട്ട് നിൽക്കുന്നില്ല. കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല.
ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ലൈവ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വിഷു സീരീസ് പാർട്ട് 4 ആണോ കേട്ടോ? പാർട്ട് 3 ആണ്. വിഷു സീരീസ് പാർട്ട് 3 ആണ് ഇത് ഞാനിപ്പോ കാണിക്കുന്നത്. പെട്ടെന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. അപ്പൊ അതോടുകൂടി നമ്മളുടെ ഈ ലൈവ് കഴിഞ്ഞിരിക്കുകയാണ്. GK അതെ, ഇതാണ് മാല. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മാല ഇതാണ്. ഈ മാല നിങ്ങൾ കാണുന്നുണ്ടോ ലൈവിൽ? ഈ മാല ഏറെക്കുറെ ഈ മാലയാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. എക്സാക്ട് സെയിം ആണെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും ഞാൻ എക്സാക്ട് സെയിം ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. GK 23 ആണത്, 1370 എക്സാക്ട് സെയിം അല്ല. പക്ഷെ നമ്മൾ ആ ഒരു വിൽ ദെയർ ബി അനദർ പ്രീമിയം സെയിൽ നമുക്കിനി അൾട്രാ പ്രീമിയമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അതായത് പ്രൈസ് നല്ല കൂടുതലായിട്ടുള്ള, അതായത് ഏകദേശം ഒരു 2000 ആ റേഞ്ചിലുള്ള കളക്ഷൻസ് ആയിരിക്കും ഇനി നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു കാവ്യയുടെ റെപ്ലിക്ക പോലെ ഉണ്ടാക്കിയിരിക്കുന്ന മാല ഇതാണ്. ഏറെക്കുറെ കേട്ടോ സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിനകത്ത് കാവ്യയുടെ ജ്വല്ലറിയിൽ ഈ ഒരു ബോളിന്റെ സൈസ് വളരെ കുഞ്ഞതാണ്. ഈ ഒരു താഴത്തെ റെഡ് സ്റ്റോൺ ആണ് എടുത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ മാലയും ഇതിന്റെ തന്നെ കൊടക്കടുക്കൻ ജിമുക്കയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് വേണ്ടവർ നമ്മളെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ ഇതിന്റെ പ്രൈസ് 1370 ആണ് കേട്ടോ. GK 23 ആണ്, 1370. അപ്പൊ അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ജിമുക്ക ഇതിന് മാച്ച് ഉണ്ട്. ഇതിന്റെ മാച്ച് ഉണ്ട്. ഇതിന്റെ തന്നെ സെയിം ഡാർക്ക് റെഡ് ഉണ്ട്. അതിന്റെ പ്രൈസും 2370 ആണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2370 പ്ലസ് 1370 ആയിരിക്കും അതിന്റെ പ്രൈസ്. അത് വേണ്ടവർ നമ്മളോട് അപ്രോച്ച് ചെയ്യുക കേട്ടോ. കമ്മൽ ഞാൻ കാണിക്കാം. അത് തന്നെ 1370 ആണ് ഞാൻ കമ്മലിന്റെ പ്രൈസ്. അതിന്റെ കമ്മല് ഇതാണ് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത്. ഈ പച്ചയാണ്, അതിന്റെ തന്നെ നല്ല റെഡ്. ഓക്കെ, ഇത് 2370 ആണ് കേട്ടോ. വലിയ ജിമുക്ക 2370. അതിന് തന്നെ ബ്ലൂ ഉണ്ട്. ഇതാണേ ബ്ലൂവേ. ഓക്കെ, എങ്ങനെയായാലും നല്ല ഭംഗിയാണ്. താങ്ക് യു പവ്യ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ലൈവ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ലൈവ് മോസ്റ്റ്ലി ഉണ്ടാകും, ഞാൻ പറയാം. GK 23 ക്ലോസപ്പ് കാണിക്കാമോ? GK 23 എന്നിട്ട് അതായത് ലാസ്റ്റ് കാണിച്ച മാലയല്ല, കാണിക്കാം. അതിന്റെ ക്ലോസപ്പ് ആ മാലയില്ല, ഞാൻ കാണിച്ചിരിക്കുന്ന ബീഡ്സ് ഇല്ലേ, ഇത് മൂവബിൾ ആണ് കേട്ടോ. നോക്കിക്കേ, ഇതിങ്ങനെ ബോൾ വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഈ ഒരു സ്റ്റോൺസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മൂവബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ കമ്മലും ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ആ ഒരു ലുക്കൊക്കെ കിട്ടും. പക്ഷെ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെറുതുണ്ടോ റെഡ്? ചെറുതും എന്തായാലും ശൈലജ സെപ്പറേറ്റ് ഒന്ന് വാട്സാപ്പിൽ പിങ് ചെയ്യൂ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് എല്ലാവരോടും പറയേണ്ടതായിട്ടുണ്ടായിരുന്നു ലൈവിൽ വരുമ്പോൾ. എന്താണെന്ന് ഞാൻ മറന്നുപോയി. എപ്പോഴും ഞാൻ പറയുന്നതാണ്, കറക്റ്റായിട്ട് നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുക. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് മാറ്റിച്ചാലും അത് എല്ലാം കൊറിയർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമുക്കത് റിട്ടേൺ നമുക്ക് വന്നു കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് തിരിച്ചയക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കൊറിയറുകാരുടെ ഡിലേ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ അത് നിങ്ങൾ പഴി പറയരുത്. കൊറിയറുകാരുടെ ഡിലേ ആയത് കാരണം നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. മാക്സിമം നമ്മൾ ഫോളോ അപ്പ് ചെയ്താലും അവർ അവരുടേതായിട്ടുള്ള പേസിലേ നമ്മൾ ചെയ്യത്തുള്ളൂ. ചില കേസുകളിൽ മാത്രം കൊറിയർ ചിലപ്പോൾ ഡിലേ ആയിന്ന് വരും. അപ്പോൾ ദയവ് ചെയ്ത് നമ്മളോട് ക്ഷമിക്കുക. പരമാവധി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊറിയറിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യാനായിട്ട് പരമാവധി ഞങ്ങൾ പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പം മാക്സിമം നമ്പേഴ്സ് ഒക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക കേട്ടോ. അതാണ് എനിക്ക് ഇനി പറയാനുള്ളത്. ഇനിയിപ്പോൾ നാളത്തെ ലൈവ് ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മാക്സിമം മോസ്റ്റ് പ്രോബബ്ലി ജിമുക്കാസോ വല്ലതൊക്കെ ആയിരിക്കും. എന്തായാലും അറിയിക്കാം. കാരണം ഇപ്പം മാലകൾ കുറേ ആയി കാണിക്കുന്നു. ഇനി ജിമുക്കാസ് കാണിക്കണം, പിന്നെ വളകൾ കാണിക്കണം. എന്തായാലും എല്ലാം കൈയോടെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ പ്ലേസ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഓർഡർ നോക്കുക. എല്ലാവരും ലൈവ് ഇപ്പം കയറി വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് ലൈവ് കാണുക. പേജ് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടാറ്റാ.